മറ്റൊരു വാർത്തയുള്ളത് തൃപ്പൂണിത്തറയിലെ പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ നാട്ടുകാർ ഹൈക്കോടതിയിലേക്ക് എന്നതാണ്. തകർന്ന വീടുകൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. 300ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത്. മജിസ്റ്റീരിയൽ അന്വേഷണം സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഇന്ന് തുടങ്ങും. ഡാനി ഇപ്പോൾ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ഏറ്റവും കൂടുതൽ ഈ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് തൊട്ടടുത്തുള്ള വീടുകൾ ആണ്. നമുക്കറിയാം, വരാപ്പുഴയിലടക്കം ഇങ്ങനെയൊരു സ്ഫോടനം നടന്ന് കയറിത്താമസം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഒരു വീടില്ലാതാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അവർ എവിടെ പോകണം, ആരെ സമീപിക്കണം എന്നതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനൊരു ഉത്തരം ഒരു പക്ഷേ ഈ ഹൈക്കോടതിയെ സമീപിച്ചാൽ ഉണ്ടാകും എന്നുകൂടി വേണ്ടേ നമുക്ക് പ്രതീക്ഷിക്കാൻ? അഭിലാഷ, ഇതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെ അതിൽ ഒരു വളരെ പെട്ടെന്ന് സുരക്ഷിതമായ ഒരു തീരുമാനം ഉണ്ടാകണം ഇത് സംബന്ധിയായ എന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വാർത്തയുടെ തുടക്കത്തിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ വരാപ്പുഴയിലെ അനുഭവം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും 1 വർഷമാകുന്നു. ഇപ്പോഴും അവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന നടപടികളിലേക്കോ അത്തരം ചിന്തകളിലേക്കോ പോയി എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഈ കുറെ കൂടി ഭീകരമാണ് തൃപ്പൂണിത്തുറയിലെ ചൂരക്കാട്ടെ കാര്യങ്ങൾ. ഏതാണ്ട് 300ഓളം വീടുകളാണ് തകർന്നിരിക്കുന്നത്. അതിൽ 8 വീടുകൾ നിശേഷം തകർന്നു എന്ന രീതിയിൽ തന്നെ പറയാം. വളരെ അടുത്ത കാലത്ത് പണിത ഈ അടുത്തിടയ്ക്ക് താമസമാക്കിയ വീടുകൾ വരെയുണ്ട്. ഇതെല്ലാം തന്നെയും ഈ സ്ഫോടനത്തിൽ തകർന്ന അവസ്ഥയാണ്. പല വീടുകളിലേക്കും കയറാൻ പോലും പറ്റാൻ കഴിയാത്ത സാഹചര്യം, ഭാഗികമായി തകർന്ന വീടുകൾ, അങ്ങനെ നഷ്ടങ്ങൾ നിരവധിയാണ്. ഒരു നിമിഷങ്ങൾ കൊണ്ട് അവർക്ക് വീടില്ലാതാവുന്ന ഒരവസ്ഥ. ആയുഷ്കാലം കൊണ്ട് കെട്ടിപ്പടുത്ത വീടുകൾ പലരും അത് ഉപേക്ഷിക്കേണ്ടി വരുന്ന അത്തരമൊരു അവസ്ഥയിലേക്കെല്ലാം തന്നെ പോകുന്നു. പലരും ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എഴുതി എത്ര ദിവസം അവിടെ കഴിയേണ്ടി വരുമെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ തീർത്തും നിസ്സഹായരായ ഒരു കൂട്ടം പേരാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് അവർ കോടതിയിലേക്ക് തുടക്കത്തിൽ തന്നെ നീങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി സബ് കളക്ടറാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ഇന്ന് അവർ അവിടെ സന്ദർശിക്കുകയും മറ്റ് നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യും. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് അടക്കം പോകാനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം കോടതിയുടെ ഒരു ഇടപെടൽ കൂടിയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ വേഗതയുണ്ടാകൂ, തീർപ്പുണ്ടാകൂ എന്ന് അവർ വിശ്വസിക്കുന്നു. അതിന് വലിയൊരു കാരണം വരാപ്പുഴയിലെ അനുഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത്തരം നടപടികളുമായി പോകാനായിട്ടാണ് റെസിഡൻസ് അസോസിയേഷനിലെ കൂട്ടായ്മകൾ ഇന്നലെ യോഗം ചേർന്നുകൊണ്ട് അത് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച സംബന്ധിയായ കാര്യങ്ങളിൽ എക്സ്പ്ലോസീവ് വിദഗ്ധർ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അനുവദനീയമായ അളവിലാണ് ഇതെല്ലാം തന്നെ അനുവാദം വെടിക്കെട്ടിനുണ്ടായിരുന്നില്ല ഒരു കാര്യം. അതോടൊപ്പം ഈ വെടിക്കെട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് അതിൻ്റെ ഒരു തീവ്രത നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അളവിൽ കൂടുതലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ആ ചുറ്റുപാട് പ്രദേശങ്ങളെല്ലാം തന്നെ നിശേഷം തകർത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ തന്നെ ഒരു അന്വേഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് നടപടികളിലേക്ക് പോകണമെന്ന നാട്ടുകാരുടെ ആവശ്യം. ഇന്ന് മജിസ്ട്രേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി സബ് കളക്ടർ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നഗരസഭാ അധികൃതരുമായിട്ടും എല്ലാം തന്നെ കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് നീങ്ങും. എന്തായാലും വീടുകൾ നഷ്ടപ്പെട്ടവർക്ക്, തകർക്കപ്പെട്ടവർക്കെല്ലാം തന്നെ അർഹമായ രീതിയിൽ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയിലേക്ക് അടക്കം നീങ്ങുവാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അഭിലാഷ്, അതാണ് ഈ കുടുംബാംഗങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അയൽവാസികൾ എന്തു പിഴച്ചു എന്നുള്ളതാണ്. ഈ അനധികൃതമായി ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ പടക്ക ശേഖരമൊക്കെ സൂക്ഷിച്ചു വെക്കുന്നു. അത് പൊട്ടിത്തെറിച്ച് ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാകുന്നു. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. തീർച്ചയായും ഇതിന് നിയമ സംവിധാനങ്ങൾ വേണം. നഷ്ടപരിഹാരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇടവേള.